നമസ്കാരം. UDF തരംഗം തന്നെയാണ് ഇക്കുറി എന്ന് പറയുമ്പോഴും LDF കാണിച്ച ജാഗ്രത സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് കൊണ്ട് മാത്രം UDFന് 8-10 സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇക്കുറിയുണ്ട്. പല നിർബന്ധിത കാരണങ്ങളാൽ കോൺഗ്രസ് പാർട്ടി ചിലർക്കൊക്കെ വെച്ച് നീട്ടിയ സീറ്റ് അവരുടെ പരാജയത്തിന് കാരണമാകും. സീറ്റ് നിർണയത്തിൽ അല്പം കൂടി ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ തീർച്ചയായും UDFന് 5-6 സീറ്റ് കൂടി ഉറപ്പായിരുന്നു. അത്തരം വീഴ്ച LDFന് കാര്യമായി സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് പറയാവുന്ന ഒന്ന് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ MM മണിക്ക് ഒരവസരം കൂടി കൊടുത്തിരുന്നെങ്കിൽ വിജയസാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സേനാപതി വേണു എന്ന UDF സ്ഥാനാർത്ഥി മഹാഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുക. കാരണം മണിയുടെ പിന്തുണ പോലും KK ജയചന്ദ്രൻ എന്ന പഴയ ഉടുമ്പൻചോല MLAക്കില്ല. CPM ഇക്കുറി ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഇടുക്കിയിലായിരിക്കും. ഇടുക്കിയിൽ ഒരു സീറ്റ് പോലും ഇക്കുറി ഇടതുപക്ഷത്തിനുണ്ടാവില്ല. ഇടുക്കിയും ദേവികുളവും ഉടുമ്പൻചോലയും പീരുമേടും നേടിയ LDF കഴിഞ്ഞ തവണ തൊടുപുഴ മാത്രമാണ് UDFന് കൊടുത്തതെങ്കിൽ ഇക്കുറി 5 സീറ്റും UDF നേടുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിഴവ് കൊണ്ട് UDFന് സീറ്റ് നഷ്ടപ്പെടാൻ ഇടയുള്ള 3-4 സീറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന് മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. CPM വിരുദ്ധ വികാരം മുസ്ലിം സമൂഹത്തിൽ ശക്തമായതുകൊണ്ട് തന്നെ ഇക്കുറി മലപ്പുറത്തെ 16 സീറ്റും പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 15 സീറ്റ് കിട്ടാം, തവനൂർ കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. തവനൂർ ഒഴികെ ബാക്കി പൊന്നാനി അടക്കം 15 മണ്ഡലങ്ങളിലും ഇക്കുറി ലീഗിനും UDFനുമാണ് വിജയസാധ്യത. നിലമ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഭൂരിപക്ഷം ഇരട്ടിയാക്കും. 2016 ഏതാണ്ട് 7000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേടിയ KT ജലീൽ 2016 അത് ഏതാണ്ട് 17,000-ലധികമാക്കി ഉയർത്തിയിരുന്നു. എന്നാൽ മന്ത്രി എന്ന നിലയിൽ ഉണ്ടായ വിവാദങ്ങളും മറ്റും ജലീലിന്റെ സൽപ്പേര് ഇല്ലാതാക്കിയതിനെ തുടർന്ന് 2021 കഷ്ടിയാണ് ജയിച്ചു കയറിയത്. കേവലം 2185 വോട്ടുകൾക്ക്. ജലീലിനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെങ്കിലും പാർട്ടി ജലീലിനെ മത്സര രംഗത്തിറക്കി. ആ 2185 വോട്ട് UDF തരംഗത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഏകീകരണത്തിൽ UDFന് തീർച്ചയായും അനുകൂലമാവേണ്ടതാണ്. എന്നാൽ നാമമാത്രമായി മാത്രം ക്രിസ്ത്യാനികൾ പാർക്കുന്ന തവനൂരിലേക്ക് VS ജോയിയെ അയച്ചത് പാളിപ്പോയി. തവനൂരിൽ ഒന്നുകിൽ മുസ്ലിം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ഹിന്ദു സ്ഥാനാർത്ഥി എന്നതാണ് ഫോർമുല. ഏതാണ്ട് 60% ഹിന്ദു വോട്ടുകളുള്ള തവനൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിച്ചാൽ കണ്ണുമടച്ചു ജയിക്കും എന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും UDF നേതൃത്വം മറ്റു പല കാരണങ്ങളാൽ ആ സീറ്റ് കൊടുത്തത് VS ജോയിക്കാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട VS ജോയിക്ക് പകരം തിരുവമ്പാടി കൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും ആ സീറ്റ് ലീഗ് വിട്ടുകൊടുത്തില്ല. തുടർന്നാണ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ജോയിയെ തവനൂരിൽ നിർത്തിയത്. ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും നഷ്ടപ്പെട്ട് തവനൂരിൽ ജോയി തോറ്റാൽ അത്ഭുതപ്പെടേണ്ടതില്ല. UDF തരംഗത്തിന്റെ ശക്തിയിൽ ജോയി ജയിച്ചെങ്കിലായി. അല്ലാത്ത സാഹചര്യത്തിൽ ജോയി തോൽക്കാൻ തന്നെയാണ് സാധ്യത. ഇത് തന്നെയാണ് തിരുവമ്പാടിയിൽ സംഭവിച്ചതും. തിരുവമ്പാടി എക്കാലത്തും 3000-4000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം മാറി മാറി ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ശക്തമാണ്. തിരുവമ്പാടിയിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ വേണം എന്നത് അവിടുത്തെ ക്രൈസ്തവ സഭയുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയാണ് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഇറക്കി മത്തായി ചാക്കോ മുതൽ CPM പിടിച്ചെടുക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്ക് സ്വീകാര്യനായ ലിൻഡോ ജോസഫ് തന്നെയാണ് തിരുവമ്പാടിയിലെ CPM സ്ഥാനാർത്ഥി. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ വിജയം ഉറപ്പാണ് എന്ന് റിപ്പോർട്ടുണ്ടായിട്ടും അതിന് കൂട്ടാക്കാതിരുന്ന ലീഗ് ആ സീറ്റിൽ വീണ്ടും മത്സരിക്കുമ്പോൾ വിജയിക്കും എന്നൊരു ഉറപ്പുമില്ല. അത്ര ശക്തമായ ക്രിസ്ത്യൻ ധ്രുവീകരണം തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. പിണറായി വിരുദ്ധതയൊക്കെ ശക്തമാണെങ്കിൽ പോലും ലിൻഡോ ജോസഫിന് അനുകൂലമായ ക്രിസ്ത്യൻ ധ്രുവീകരണവും CPMന്റെ കേഡർ വോട്ടുകളും ചേരുമ്പോൾ ഇക്കുറിയും തിരുവമ്പാടി നഷ്ടപ്പെട്ടെന്ന് വരാം. തിരുവമ്പാടി കോൺഗ്രസിന് കൊടുത്ത് അവിടെ VS ജോയിയെയും തവനൂർ ലീഗിന് കൊടുത്ത് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉറപ്പായും 2 സീറ്റുകൾ കിട്ടേണ്ടതാണ്. അവിടെ വലിയ പാളിച്ചയാണ് UDF നേതൃത്വത്തിനുണ്ടായത്. ഇത് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ സംഭവിച്ചതും. റാന്നി ഒരു പരമ്പരാഗത UDF മണ്ഡലമാണ്. വയലായിടുക്കളയും MC ചെറിയാനും സണ്ണി പനവേലിയും ഒക്കെ നിറഞ്ഞാടിയ മണ്ഡലം. ആ 3 നേതാക്കൾ തന്നെയാണ് റാന്നി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാക്കൾ. അവിടെ CPM ഇറക്കിയ തുറുപ്പ് ചീട്ടായിരുന്നു രാജു എബ്രാഹിം എന്ന ക്നാനായ യാക്കോബയക്കാരൻ. രാജു എബ്രാഹിമിന്റെ സൗമ്യതയിൽ 5 തവണ CPM ആ സീറ്റ് പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ രാജുവിനെ വീട്ടിലിരുത്തി കേരള കോൺഗ്രസിന് ആ സീറ്റ് വിട്ടുകൊടുത്തപ്പോൾ അതിന് പ്രതിഷേധം ശക്തമായിരുന്നു. പ്രമോദ് നാരായണൻ ജയിച്ചു കയറിയത് കേവലം 1285 വോട്ടുകൾക്കാണ്. കഴിഞ്ഞ തവണ പിണറായി തരംഗമുള്ളപ്പോഴും 1285 വോട്ടുകൾക്ക് മാത്രം ജയിച്ച പ്രമോദ് നാരായണനെ തോൽപ്പിക്കാൻ
അന്ന് മത്സര രംഗത്തുണ്ടായിരുന്ന റിങ്കു ചെറിയാന് എളുപ്പമായിരുന്നു. റിങ്കു ചെറിയാൻ MC ചെറിയാന്റെ മകനാണെന്ന് ഓർക്കണം. എന്നാൽ റിങ്കു ചെറിയാന് ആ സീറ്റ് കൊടുക്കാതെ മറ്റു പല സമവാക്യങ്ങളുടെയും പേരിൽ പഴകുളം മധുവിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. പഴകുളം മധു പരിചയസമ്പന്നനായ നേതാവാണ്. ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം എങ്കിലും തെരഞ്ഞെടുപ്പ് ഗോദായിൽ വിജയിക്കുമോ എന്ന് കണ്ടറിയണം. റാന്നി മണ്ഡലം ശക്തമായ മത്സരമായി മാറിയത് പഴകുളം മധുവിനേക്കാൾ മുൻപിൽ പ്രമോദ് നാരായണൻ തുടരുന്നതിൻ്റെ കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ്. പഴകുളം മധുവിൻ്റെ വിജയസാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ മത്സരം കടുത്തതായിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചുകൊണ്ട് സംഭവിക്കുന്ന മൂന്നാമത്തെ മണ്ഡലമാണത്. യശശരീരനായ G കാർത്തികേയൻ്റെ സ്വന്തം മണ്ഡലമായ അരുവിക്കരയിൽ അദ്ദേഹത്തിൻ്റെ മകൻ 2016 മത്സരിച്ച് ജയിച്ചത് 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ 2021 ശക്തമായി പിണറായി തരംഗമുണ്ടായപ്പോൾ കേവലം 5,000 വോട്ടിന് KS ശബരിനാഥ് തോറ്റുപോയി. ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ലാത്ത ശബരിനാഥിന് ഒരവസരം കൂടി കൊടുത്തിരുന്നെങ്കിൽ ഇക്കുറി വിജയമുറപ്പായിരുന്നു. പക്ഷേ അരുവിക്കരയിൽ നിന്നും ശബരിനാഥിനെ തോൽവി ഏറ്റുവാങ്ങാൻ നേമത്തേക്ക് പാക്ക് ചെയ്തിട്ട് തിരുവനന്തപുരംകാർക്ക് പോലും താല്പര്യമില്ലാത്ത VS ശിവകുമാറിനെ അരുവിക്കരയിൽ മത്സരിപ്പിച്ചു. തിരുവനന്തപുരത്തെ ഏറ്റവും നെഗറ്റീവ് നേതാക്കളിൽ ഒരാളാണ് VS ശിവകുമാർ. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറെ പേരുദോഷം കേൾപ്പിച്ച VS ശിവകുമാറിന് ഒട്ടും അനുകൂലമല്ല മണ്ഡലത്തിലെ അവസ്ഥ. G സ്റ്റീഫൻ എന്ന ജനകീയനായ നേതാവിന് മുമ്പിൽ VS ശിവകുമാർ ജയിക്കുമോ എന്ന് കണ്ടറിയണം. അതേസമയം KS ശബരിനാഥ് ആയിരുന്നു അരുവിക്കരയിൽ മത്സരിച്ചതെങ്കിൽ വിജയം ഉറപ്പായിരുന്നു. തുടർച്ചയായി 2 തവണ തോറ്റിട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലത്ത് കൊടുത്തത് സ്ത്രീകളോടുള്ള ആദരവിന് പുറത്താണെങ്കിലും ബിന്ദു കൃഷ്ണയേക്കാൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ലഭ്യമായിരുന്നു എന്നത് വാസ്തവമാണ്. ബിന്ദു കൃഷ്ണയെ അങ്ങനെ അവഗണിക്കുക സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോഴും തൊട്ടടുത്ത് കുണ്ടറയിൽ PC വിഷ്ണുനാഥ് ഉണ്ടാക്കുന്ന തരംഗം കാണാതിരുന്നുകൂടാ. കുണ്ടറക്കാർ ഒറ്റയടിക്ക് PC വിഷ്ണുനാഥിൻ്റെ ഫാനാവുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിഷ്ണുനാഥിന് ഇക്കുറിയും വിജയം സമ്മാനിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബിന്ദുകൃഷ്ണ കടുത്ത മത്സരമാണ് നേരിടുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും പോലും CPM കടപുഴകി വീഴുമ്പോൾ കൊല്ലം പിടിച്ചെടുക്കുക എളുപ്പമായിരുന്നു. പക്ഷെ ബിന്ദുകൃഷ്ണയ്ക്ക് അത് കഴിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.